ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പ്രമേയത്തെ ഒരു സംവിധായകൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് മലയാളത്തിലെ സുപ്രസിദ്ധനായ ഒരു സംവിധായകനാണ്. CID മൂസ എന്ന സിനിമയിൽ തുടങ്ങി പട്ടണത്തിൽ ഭൂതം വരെ 6ഓളം സിനിമകൾക്ക് അദ്ദേഹം സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ആളെ മനസ്സിലായി കാണും, ഡയറക്ടർ ജോണി ആൻ്റണി. നമസ്കാരം. നമസ്കാരം. CID മൂസ തൊട്ട് പട്ടണത്തിൽ ഭൂതം വരെ 6 സിനിമകൾ. ഇപ്പോൾ 7ാമത്തെ സിനിമയുടെ പണിപ്പുരയിലാണ്. മാസ്റ്റേഴ്സ് അല്ലേ? അതെ. ആരാ റൈറ്റർ? പുതിയൊരാണ്. എന്താ പേര് അദ്ദേഹത്തിന്? ജിനു എബ്രഹാം. രസകരമായിട്ടുള്ളൊരു വസ്തുത, ജോണിയുടെ സിനിമകൾ കഴിഞ്ഞ 6 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 സിനിമയും എഴുതിയത് ഒരേ റൈറ്റേഴ്സാണ്. CB ഉദയൻ. ഒരു സിനിമ മാത്രം, സൈക്കിള് മാത്രം ജെയിംസ് ആൽബർട്ട് എഴുതി. ഇപ്പോൾ പുതിയൊരു റൈറ്റർ. ഡയറക്ടറും റൈറ്ററും തമ്മിലുള്ളത് ശരിക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ബന്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ദീർഘകാല ഭാര്യ ഭർത്തൃ ബന്ധം CB ഉദയനുമായിട്ടുണ്ടായിരുന്നു. എന്താണ് അവരുടെ സിനിമകൾ, അവരുടെ പ്രമേയങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളൊരു കാര്യം? എനിക്ക് അവരിൽ ഏറ്റവും തോന്നിയിട്ടുള്ള കാര്യം തിരക്കഥ മെനയുന്നതിൽ, അത് രസകരമാക്കുന്നതിൽ, ഒരു സീൻ ഓർഡറിൻ്റെ കാര്യത്തിൽ വളരെ അത് എത്രത്തോളം കൊമേഴ്സ്യലായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്, രസകരമാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കഥയേക്കാൾ കൂടുതൽ തിരക്കഥയ്ക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ വളരെ ബുദ്ധി കാണിക്കുന്ന റൈറ്റേഴ്സാണ് അവർ. അല്ല, അത് തന്നെയാണ് അവരുടെ സക്സസിൻ്റെ റീസണും. എനിക്ക് ഓർമ്മയുണ്ട്, ആലുവ പാലസിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ആ തിരക്കഥ കേൾക്കാൻ പറഞ്ഞു. ഞാൻ ആ മുഴുവൻ തിരക്കഥയും കേട്ടു. തിരക്കഥ കേട്ട് കഴിഞ്ഞു എന്ന് കംപ്ലീറ്റഡ് ആയി എന്ന് അറിഞ്ഞിട്ട് ദിലീപ് വേറെ എവിടെയോ നിന്നിട്ട് എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ്, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ജോണിക്ക് നീ എത്ര രൂപ ശമ്പളം കൊടുത്താലും മതിയാവില്ല, എനിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്യില്ല. ലാലിനോട് ചോദിച്ചതാണ് എന്ത് ധൈര്യത്തിലാണ് ഇത്. കാരണം അങ്ങനെ ഒരു തിരക്കഥ, അത്രയും ജോലിയുണ്ട്. ഓരോ സീനും ഓരോ സീക്വൻസും ഒരു ഫുൾ സിനിമയുടെ ജോലി ഉണ്ടായിരുന്നു. അത് ആദ്യ സിനിമയായിട്ട് തിരഞ്ഞെടുക്കാൻ കാണിച്ച ഒരു ചങ്കൂറ്റത്തിന് നമസ്കാരം. അല്ല, അതുകൊണ്ടല്ലേ പറയാം, എനിക്ക് അന്ന് ഞാൻ ഭീരുത്വം കാണിച്ചാൽ ജീവിതത്തിൽ ഇൻഡിപെൻഡൻ്റ് ആവില്ല. ഈ സിനിമയെ സീനുകളായിട്ട് വിഭജിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ സാങ്കേതികമായ ഒരു ക്ലാസ് നേരത്തെ കൊടുക്കുകയുണ്ടായി. സീക്വൻസുകൾ എന്ന് പറയുന്ന ഒരു കാര്യം ജോണിയാണ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സീൻസ് തന്നെയാണ്. സീക്വൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എപ്പിസോഡ് പോലെ, അല്ലെങ്കിൽ ഒരു ചേസ് പോർഷൻ ഒട്ടും ഡ്രോപ്പ് ആകാതെ തുടക്കം മുതൽ ഒടുക്കം വരെ പോകാവുന്ന ചില സംഭവങ്ങൾ. അതെനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവങ്ങൾ വരുമ്പോൾ ഒരു വലിപ്പം തോന്നും സിനിമയ്ക്ക്. ആ സിനിമയ്ക്ക് ആ വലിപ്പം തോന്നുമ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും ആളുകൾക്കൊരു ഇഷ്ടം തോന്നും. ഇപ്പോൾ ഇതിനകത്ത് CID മൂസ തന്നെ ഞാൻ പറയാം, ഒരു ക്രിമിനലിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് ഇയാൾ പട്ടിയുടെ മുകളിൽ റോപ്പ് ഇട്ടിട്ട് ചേസ് ചെയ്ത് ഓടിച്ച് ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ കയറ്റിയിട്ട് ഇയാൾക്ക് ഫോൺ ചെയ്യുന്നു. ഇയാൾ വന്ന് മുകളിൽ കയറുമ്പോൾ നീ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ മുകളിൽ കയറി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും താഴെ പത്രക്കാർ വന്നിട്ടുണ്ട്, ഇവർ അടിച്ച് അവനെ താഴേക്ക് ഇടുന്നു. ദിലീപ് മുകളിൽ ചെന്ന് ആ ക്രെഡിറ്റ് ദിലീപിന് കിട്ടുന്നു. എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റോളം ഉള്ള ഒരു സംഭവമാണ് അത്, തുടക്കം മുതൽ അതിൻ്റെ എൻഡ് സീക്വൻസ് വരെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ.